ഇനി ഇതിലെല്ലാവരുടെയും പ്രശ്നം ഇതാണല്ലോ, നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത്, ഇതിലെന്തൊക്കെയാണ് നമ്മൾ നിലപാടുകൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് പ്രശ്നം. അതിനുള്ളൊരു ഓപ്ഷൻസ് ഇവിടെ വെക്കുകയാണ്. നമ്മൾ എവിടെ നിൽക്കണം? ഒന്ന്, അതിജീവിതയുടെ കൂടെ നിൽക്കണം, ഒരു സംശയവുമില്ല. പക്ഷേ നാടകങ്ങൾക്കല്ല, നല്ല അന്വേഷണത്തിനും നിയമപരിഷ്കരണത്തിനും റിഫോംസ്, അതിനുവേണ്ടി തെളിവുകളിലൂടെ കുറ്റവാളിയെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടെ നിൽക്കേണ്ടത്. രണ്ട്, ജുഡീഷ്യറിയുടെ കൂടെ നിൽക്കുക. കണ്ണടച്ച് വിശ്വസിക്കാനല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഡ്യൂ പ്രോസസ്സ്, ഈ ജുഡീഷ്യറിയുടെ ഡ്യൂ പ്രോസസ്സ്, അതിനെ സംരക്ഷിക്കുക. മൂന്ന്, ആൾക്കൂട്ട നീതിക്കെതിരെ നിൽക്കുക. അവർ പറയുന്നത് നമുക്ക് ശരിയാണെന്ന് തോന്നിയാൽ പോലും അതിനെതിരെ നിൽക്കുക. മോബ് ജസ്റ്റിസ് അത് ഒരു വഴിയേ അല്ല. അത് ഡെമോക്രസിയിൽ, നമ്മളുടെ ഒരു സിവിലൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽ ഒരിക്കലും തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. 4, കേസ് തോറ്റതിൻ്റെ ക്ഷീണം മാറ്റാൻ കോടതിയെ കുറ്റം പറയുന്ന വക്കീലന്മാർക്കും ആക്ടിവിസ്റ്റുകൾക്കും എതിരെ നിൽക്കുക. അതും നമ്മളുടെ അജണ്ടയിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത കാര്യമാണ്. കേസ് തോറ്റതിൻ്റെ ക്ഷീണം അത് അവർ ഏറ്റെടുക്കുക. അത് ഈ കേസിൽ മാത്രമൊന്നുമല്ല. റിയാസ് മൗലവിയുടെ കേസ് വന്നപ്പോൾ നമ്മൾ എന്താ കണ്ടത്? അതിലെ കുറ്റവാളിയെ നമ്മൾ വെറുതെ വിട്ടു. അപ്പോൾ കാരണം എന്താണ്? തെളിവില്ല. നമുക്ക് ആഗ്രഹമുണ്ട് റിയാസ് മൗലവിയെ കൊന്നു എന്ന് പറഞ്ഞ പേരിൽ അവരെ മുഴുവൻ വെട്ടിക്കൊല്ലണം അല്ലെങ്കിൽ തൂക്കിക്കൊല്ലണം, നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ തെളിവില്ല, പ്രോസിക്യൂഷൻ അവിടെ പരാജയപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ എന്താ കണ്ടത്? ഉടനെ അത് കോടതിയെ, അത് മൊത്തം അവിടെ സംഘപരിവാറാണെന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയെ അവഹേളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി അതിനുശേഷം ഇപ്പോൾ ഇവിടെ പാലത്തായി കേസിൽ എന്താ ഉണ്ടായത്? അതിൽ ആ സംഘപരിവാർ ആ ചങ്ങാതിനെ അവിടെ ശിക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശിക്ഷിച്ചപ്പോൾ നമ്മളിവിടെ എന്താ കണ്ടത്? അത് കോടതി വീണ്ടും ഇവിടെ സുഡാപ്പികളാണ് കോടതി മുഴുവൻ, പോപ്പുലർ ഫ്രണ്ടുകാർ മുഴുവൻ അതിനകത്ത് കളിച്ചു, അയാളെ അവിടെ കുരുക്കി, അത് ഇതെന്നൊക്കെ. അന്ന് നമ്മൾ ഈ 3 കേസിൽ നമ്മൾ പറയുന്ന ഒരേ കാര്യം, ഈ കാര്യം തന്നെയാണ് റിയാസ് മൗലവിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, ഇതേ കാര്യം തന്നെയാണ് പാലത്തായി കേസിൽ പറയുന്നത്, ഇതേ കാര്യം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. നമുക്കൊരു മാറ്റമല്ല. റൂൾ ഓഫ് ലോ, നമ്മൾ കോടതികളുടെ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക, ഡ്യൂ പ്രോസസ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക, അതിനെ നമ്മൾ ഉയർത്തി വെക്കുക. അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മൾ ആഗ്രഹിച്ചൊരു വിധി വരുമ്പോൾ ജയ് വിളിക്കുകയും നമ്മൾ ആഗ്രഹിക്കാത്ത വിധി വരുമ്പോൾ ഉടനെ അതിനെ തള്ളിപ്പറയും, ആ സിസ്റ്റത്തെ തന്നെ നമ്മൾ തള്ളിപ്പറയുന്ന അവസ്ഥയുണ്ടാവുക എന്ന് പറയുന്നത് അത് അല്ല അതിൻ്റെ രീതി. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വോട്ട് ജയിക്കുമ്പോൾ എല്ലാം അടിപൊളി, വോട്ട് തോറ്റു കഴിഞ്ഞാൽ EVM ആകെ പ്രശ്നമാണ്, എല്ലാം വോട്ട് ഹാക്ക് ചെയ്തതാണെന്നൊക്കെ പറയുന്ന ആ മാതിരി ഉടായ്പ പരിപാടിക്ക് നമ്മൾ നിൽക്കരുത്. ഇത് സിസ്റ്റത്തിൻ്റെ തകർച്ചയ്ക്കാണ് വഴിവെക്കുക എന്നുള്ളത് നമ്മൾ ഇനിയെങ്കിലും ആലോചിക്കുക. അപ്പോൾ ഇതാണ് അതിൽ പറഞ്ഞത്.